ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീക്രട്ട് ലവറിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ടുവോയും ജുന്നും കൂടെ ആയിട്ട് ജുന്നിൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഞാൻ ടുവോയുടെ കൂടെ താമസിക്കാനായിട്ട് പൊക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നതാണ്. ആ ടൈമിന് അവൻ്റെ അച്ഛൻ എന്തിനെന്നൊക്കെ ഇവിടെ തന്നെ നിന്നാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ അച്ഛാ, ഞാനിപ്പോൾ ഇന്റേൺഷിപ്പിന് പോകുന്ന കമ്പനിയും പിന്നെ ക്ലാസ്സും പിന്നെ വീടും അതൊക്കെ തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പോയിട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നവരെ ഉണ്ട്. നേരെ റെസ്റ്റ് എടുക്കാൻ പോലും ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛനപ്പോൾ ആന്നും കുഴപ്പമില്ല, കുറച്ച് നാളത്തേക്കല്ലേ, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജുന്നിൻ്റെ അമ്മയാണെങ്കിൽ പക്ഷേ 3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അവന് ട്രാവൽ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ അത്രയും ട്രാവൽ ചെയ്യാനുണ്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആലോചിക്കുവാണ്. ആ സമയം ജുന്നാണെങ്കിൽ അതെ അച്ഛാ, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ ആദ്യം മൂത്തമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഇപ്പം നീയും പോവാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ അതിന് അവൻ വഴക്കിട്ട് പോയതല്ലേ, എന്നാൽ ഇവൻ നിങ്ങളുടെ പെർമിഷൻ ചോദിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അച്ഛനപ്പോൾ എങ്കിൽ ഓക്കെ പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ടുവോയും ജുന്നും കൂടെ ആയിട്ട് പുതിയ വീട്ടിലേക്ക് താമസം വന്നത്. അതിനു മുമ്പ് നടന്നൊരു കാര്യമാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എൻഡായി സീനാണ് കാണിക്കുന്നത്. കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ജുന്നു പോയി നോക്കുന്നതും കാണുന്നത് ഒരു കുഞ്ഞി പയ്യൻ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ഇവനെ വന്ന് ഹഗ് ചെയ്യുന്നതാണ്. ഇവനും ഞെട്ടിപ്പോകുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ടുവോയും ഞെട്ടിപ്പോകുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് മറ്റൊരു പയ്യൻ വരുന്നുണ്ട്. അത് ജുന്നിൻ്റെ ചേട്ടനായിരുന്നു. ജുന്നിൻ്റെ ചേട്ടൻ്റെ മകനാണിത്. ചേട്ടനാണെങ്കിൽ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ജുന്നാണെങ്കിൽ ചേട്ടനെ ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അവൻ്റെ കൈ കിടക്കുന്ന മോതിരം ഊരി മാറ്റുന്നുണ്ട്. കാരണം ടുവോയും അവനും സെയിം മോതിരം ഇട്ടേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം എന്തായാലും ചേട്ടന് മനസ്സിലാവും. അതിനുശേഷം ചേട്ടനെ വിളിച്ചിരുത്തി സംസാരിക്കുന്ന ടൈമിൽ ചേട്ടൻ പറയുന്നുണ്ട്, ഞാനും എൻ്റെ വൈഫും കഴിഞ്ഞ മാസം ഡിവോഴ്സ്ഡായി. അതുമാത്രമല്ല, ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് റെൻറ്റ് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ ഇവരെയും പുറത്താക്കുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് നീ എൻ്റെ മോനെ നോക്കണം. ഞാനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അച്ഛനെയും അമ്മേനെയും പറഞ്ഞ് എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു വഴക്കൊക്കെ മാറ്റി സെറ്റാക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജുന്നാണെങ്കിൽ അതിന് ചേട്ടാ, ഞാനും ടുവോയും ഇവിടെ ഇപ്പം താമസമായതേ ഉള്ളൂ, ഞങ്ങൾ പോലും ഇവിടെ ഒന്ന് സെറ്റിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ടുവോ കുഴപ്പമില്ല, നമുക്ക് അവനെ നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജുന്നും എങ്കിൽ ഓക്കെ എന്ന് പറയാണ്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം ടുവോ ആണെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ക്ലാസ് കഴിയുമ്പോൾ ടുവോയും ലിയും യുമേയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ജുന്നാണെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം അവൻ്റെ ചേട്ടൻ്റെ മോനെ നോക്കാനുള്ളതുകൊണ്ട് തന്നെ. അടുത്ത ജുന്നിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ മോൻ്റെ കൂടെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയാണെങ്കിൽ സകലമാന കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അവൻ്റെ പുറകെ അതെടുക്കരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് ഓടി കളിക്കുന്നുണ്ട്. ആ സമയം ടുവോ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇവർ മുന്നിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ സമയം ടുവോ ആണെങ്കിൽ ഒന്ന് ജുന്നുമായിട്ട് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കുട്ടിയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പാർക്കിൽ പോകാം, എന്നെ എന്നും അച്ഛനാണെങ്കിൽ പാർക്കിൽ കൊണ്ടുപോകാറുണ്ടെന്ന് പറയാണ്. ജുന്നും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടുവോയ്ക്ക് ജുന്നിനോട് സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടുന്നില്ല. നേരെ ഫുഡ് കഴിച്ചിട്ട് നേരെ പാർക്കിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ടുവോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ നിൽക്കുന്നുണ്ട്. ജുന്നും പക്ഷേ ആ ഒരു കുട്ടിയും കൂടെ ആയിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. നൈറ്റ് വീട്ടിലേക്ക് വരുമ്പോഴായാലും ടുവോ അവൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. ആ ടൈമിന് ആ പയ്യനാണെങ്കിൽ ജുന്നിനെ കിസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഇത് കണ്ട് ജലസായിട്ട് ടുവോ ആ കൊച്ചിനെ എടുത്ത് മാറ്റിയിട്ട് അവൻ എൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു പക്ഷേ ഇല്ല, എൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടെ അവിടെ തർക്കമാകുമ്പോഴത്തേക്ക് പിന്നാണെങ്കിൽ ടുവോയുടെ അടുത്ത് നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ട് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവനെയും കുളിപ്പിച്ചിട്ട് പിന്നീട് കിടത്തി ഉറക്കുന്നുണ്ട്. ഉറങ്ങി കഴിയുമ്പോഴത്തേക്കും ജുന്നു ടുവോയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അവൻ ഉറങ്ങുമ്പോഴാണ് ഇത്തിരിയെങ്കിലും ഒരു സമാധാനമുള്ളത്. ഭയങ്കര കുരുത്തക്കേടാണ്, പക്ഷേ ഭയങ്കര ക്യൂട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ടുവോയുടെ അടുത്ത് ടുവോ കുടിക്കുന്ന ഡ്രിങ്ക്സ് അവനും വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടുവോ അത് പോയി ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും ജുന്നു അവിടെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടുവോ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇന്നത്തെ ദിവസം മൊത്തം നീ എനിക്കൊരു സമയം പോലും തന്നിട്ടില്ല, ഫുൾ ടൈം അവൻ്റെ കൂടെ കളിയായിരുന്നു എന്നൊക്കെ പറയാണ്. ആ സമയം ജുന്നു ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവനിങ്ങനെ എഴുന്നേറ്റിട്ട് ടുവോനെ നോക്കുന്നുണ്ട്. ടുവോ അപ്പോൾ നേരെ ജുന്നിനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വേണ്ട, ഇപ്പം അങ്ങനെയൊന്നും ചെയ്താൽ ശരിയാകത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടുവോ അവൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെയും കൊണ്ട് വേറെ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം രാവിലെ ആ ഒരു പയ്യനാണെങ്കിൽ എഴുന്നേറ്റ് ഇവർ രണ്ടുപേരും കിടക്കുന്ന ആ റൂമിലേക്ക് വരാണ്. നേരെ വന്നിട്ട് എനിക്ക് വാഷ്റൂമിൽ പോകണം, എന്നെ എടുത്തുകൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ജുന്നിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ജുന്നിൻ്റെ ചേട്ടൻ കോൾ ചെയ്തിട്ട് ഞാൻ അവനെ കൊണ്ടുപോകാനായിട്ട് ഇന്ന് വരൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജുന്നിൻ്റെ ചേട്ടൻ വരുമ്പോഴത്തേക്കും വീട്ടുകാർ സമ്മതിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് കുഴപ്പമില്ല, ഫസ്റ്റ് ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ അച്ഛൻ അടിക്കാനൊക്കെ നോക്കി, പക്ഷേ പ്രശ്നമൊക്കെ സോൾവ് ആയി. എന്തായാലും ഞാൻ ഇവനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് അങ്ങ് പോവുകയാണ്. പിന്നെ ഇവൻ കുരുത്തക്കേടൊന്നും കാണിച്ചില്ലല്ലോ, നല്ല കുട്ടിയായിട്ടിരുന്നില്ലേ എന്നൊക്കെ പറയാണ്. ആ സമയം ജുന്നിൻ്റെ ചേട്ടൻ്റെ മോനാണെങ്കിൽ ഞാൻ കുരുത്തക്കേടൊന്നും കാണിച്ചില്ല, പിന്നെ ഞാൻ രാത്രി ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങിയത് പോലും, എന്നാൽ ഇവരുടെ ഒരു വേറെ റൂമിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജുന്നും ടുവോയും ഒന്ന് ടെൻഷനാവുന്നുണ്ട്. ചേട്ടനും എന്താ സംഭവം എന്നുള്ള രീതിയിൽ ഇവരെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഉടനെ ടുവോ ഇല്ലില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. ജുന്നും അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചേട്ടൻ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് മോനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്കും ജുന്നാണെങ്കിൽ ടുവോയോട് ചോദിക്കുന്നുണ്ട്, ചേട്ടന് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യമല്ലോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. ആ സമയം അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി ലിയുവിനെയും യുമേനെയും കൂടെ ആയിട്ട് ഇവരിങ്ങനെ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ഇതായിട്ട് ഒരു പാർട്ടി കൊടുത്ത് വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ 4 പേരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യുമേയെ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതെന്ന്. അതിന് രണ്ടുപേരും അവരൊരു മറുപടി പറയുന്നില്ല. യുമേയെ അപ്പോൾ മിക്കവാറും കള്ളത്തരം പറഞ്ഞിട്ടായിരിക്കും അല്ലേ റൂംമേറ്റ്സ് ആണെന്ന് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കേൾക്കുമ്പോഴത്തേക്കും അവരൊരുമാതിരി ആവുന്നുണ്ട്. കാരണം അവർക്കാണെങ്കിൽ അവരെ റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ വീട്ടുകാരെ തുറന്നു പറയുന്നൊരു പേടി കാരണം കൊണ്ട് മാത്രമാണ് അവരിപ്പോൾ മറച്ചു വെച്ചേക്കുന്നത്.
തന്നെ യുമൈ ഇതിനെപ്പറ്റി ചോദിച്ചത് ഓർത്തിട്ട് സങ്കടം വന്നിട്ട് ജുന്നാണെങ്കിൽ കിച്ചണിലേക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് ട്യൂയും പോകുന്നുണ്ട്. ആ ടൈമിൽ ജുന്നാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതിങ്ങനെ നോക്കിയിട്ട് അവൻ നിൽക്കുന്ന ടൈമിനാണ് അവൻ്റെ അടുത്തേക്ക് ട്യൂ വന്നിട്ട് നിനക്ക് കുറേ പ്രശ്നങ്ങളുണ്ടെന്നറിയാം, പക്ഷേ നീ അതൊന്നും തന്നെ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാറില്ല. ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നിടത്ത് പോലും നിനക്ക് നല്ല വഴക്ക് കിട്ടാറില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ അതിനെ പറ്റിയിട്ട് ലിയു നിൻ്റെ അടുത്ത് പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ട്യൂ ആണെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് അതൊക്കെ ഓപ്പണായിട്ട് പറയാമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് നിനക്കിപ്പോൾ വന്ന മെസ്സേജ് അത് നിൻ്റെ കമ്പനിയിൽ നിന്ന് വല്ലതും വന്നതാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജുൻ അതിനൊരു മറുപടി കൊടുക്കുന്നില്ല. ട്യൂവിനെ ഹഗ് ചെയ്യുവാണ്. ആ ടൈം കൊണ്ട് ട്യൂ ജുനിൻ്റെ ഫോണാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും അത് ജുനിൻ്റെ ചേട്ടനാണെങ്കിൽ നീയും ട്യൂയും ഡേറ്റിംഗ് ആണോ എന്ന് ചോദിച്ചിട്ട് അയച്ചൊരു മെസ്സേജ് ആയിരുന്നു. അതിനുശേഷം യുമൈനെ ലിയുവിനെയും കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ തന്നെ എല്ലാം ഒരുമാതിരി ആയതുകൊണ്ട് അവരുടെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ തിരിച്ച് നടന്നു പോകുന്ന ടൈമിൽ ലിയു ആണെങ്കിൽ നിനക്കൊന്നും മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ, അങ്ങനെയൊക്കെ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. യുമൈ അപ്പോൾ ഇങ്ങനെ സീക്രട്ടായിട്ട് റിലേഷൻഷിപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രശ്നത്തിൻ്റെ ആയി തീരുള്ളൂ, എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിക്കാനേ തുടങ്ങുന്നുണ്ട്. ലിയു അപ്പോൾ നിൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. യുമൈ അപ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഏതൊക്കെയോ നോവലൊക്കെ വായിച്ചിട്ട് അതിനെപ്പറ്റി പറഞ്ഞതാ, വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടന്നു പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ ലിയു വിടുന്നില്ല. കള്ളം പറയല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയാനേ പറയുന്നുണ്ട്. യുമൈ അപ്പോൾ ഞാൻ തുറന്ന് പറയാൻ നീ എന്നെ സമാധാനിപ്പിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് തുറന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും ആ ഒരു ഉണ്ടായ സംഭവത്തിന് നീ ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് യുമൈനെ അവൾ ഹഗ് ചെയ്യുന്നുണ്ട്. യുമൈ അപ്പോൾ കരയാനേ തുടങ്ങുന്നുണ്ട്. അയ്യേ നീ കരയുവാണെന്ന് വെച്ചിട്ട് ലിയു ആണെങ്കിൽ അവളെ കളിയാക്കുന്നുണ്ട്. വീണ്ടും എടുത്ത് ജുന്നിനെയും ട്യൂവിനെയും കാണിക്കുമ്പോൾ ജുൻ അവൻ്റെ ചേട്ടൻ അയച്ച മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനപ്പോൾ വീണ്ടും എൻ്റെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ തരാതിരിക്കില്ലേ, സത്യം പറ നീയും ട്യൂയും ഡേറ്റിംഗ് ആണെന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതിനിപ്പോൾ എന്ത് റിപ്ലൈ താൻ കൊടുക്കേണ്ടത്? നിൻ്റെ റൂമിൽ രാത്രി ഗെയിം കളിച്ചുകൊണ്ടിരുന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയതാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഞാൻ കള്ളത്തരം പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ ട്യൂവോയുടെ അടുത്ത് ജുന്ന് ചോദിക്കുന്നുണ്ട്. ട്യൂവോ അപ്പോൾ നിന്നെ ഞാൻ ഒരു റിലേഷൻഷിപ്പിലാവാനായിട്ട് ഫോഴ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു, ഇതെല്ലാം എൻ്റെ തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. ജുന്നപ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയാനേ വരുന്നുണ്ട്. എന്നാൽ ആ സമയം അവൻ അമ്മ കോൾ ചെയ്യാണ്. അങ്ങനെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ അച്ഛൻ ഇതുപോലെ തലറങ്ങി വീണ് ഹോസ്പിറ്റലാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അച്ഛനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അച്ഛൻ തീരെ വെള്ളം കുടിക്കാറില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നതാണ്, നാളെ ചെറിയൊരു സർജറി ഉണ്ട്, അതോടെ ആൾ ഓക്കെ ആവും എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. ആ സമയം ചേട്ടനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ തൻ്റെ ട്യൂവയുടെ കാര്യം ഒരുവിധം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ചേട്ടനെ ഫേസ് ചെയ്യാനായിട്ട് ജുന്നിനും ട്യൂവോയ്ക്കും ഒരു മടി ഉണ്ടായിരുന്നു. അതേസമയം ചേട്ടൻ പറയുന്നുണ്ട് അമ്മ വീട്ടിൽ പോക്കോ, രാത്രി മൊത്തം ഞാനിവിടെ നിന്നോളാം, നാളെ രാവിലെ വന്നാൽ മതി എന്ന്. ജുന്നും നാളെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനെ കാണാൻ വരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരെന്തേലും കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ ടൈമിൽ ജുന്നാണെങ്കിൽ കണ്ടിട്ട് ചേട്ടൻ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് നമ്മുടെ കാര്യം പറഞ്ഞില്ലെന്നാണ് തോന്നുന്നത്, അത് തന്നെ ഒരു സമാധാനം. പക്ഷേ ഞാനാണെങ്കിൽ ഇവിടെ അച്ഛൻ്റെ കാര്യമായിട്ട് ടെൻഷനാകുന്നതിന് പറ്റും നമ്മുടെ റിലേഷനെ കുറിച്ചാണല്ലോ ടെൻഷനാകുന്നത്, ഞാൻ എന്താ ഇങ്ങനെയെന്ന് അവൻ നിന്നെ സ്വയമായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് ട്യൂ ആണെങ്കിൽ ജുന്നിനോട് പറയുന്നുണ്ട് നമുക്ക് ബ്രേക്കപ്പ് ആവാമെന്ന്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.